ഇപ്പം ഈ 7 കൊടുമുടികൾ കയറിയല്ലോ. അപ്പൊ ഇതില് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഏത് കൊടുമുടി കയറാനായിരിക്കും? കൂടുതൽ സമയം എടുത്തത്, കൂടുതൽ പ്രിപ്പറേഷൻ, അവിടെ ചെന്നപ്പോൾ വിചാരിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടായതും അതൊക്കെ ഏതായിരിക്കും? അത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഏറ്റവും പ്രിപ്പയർഡ് ആയിട്ട് പോയത് മൗണ്ട് എവറസ്റ്റ് തന്നെയാണ്. മൗണ്ട് എവറസ്റ്റിൽ പോകാൻ വേണ്ടിയാണല്ലോ എൻ്റെ ഈ മൊത്തം പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തത്. മൗണ്ട് എവറസ്റ്റിൽ പോകാൻ ഏകദേശം 4 വർഷത്തോളമുള്ള ട്രെയിനിങ്, ബേസിക്, അഡ്വാൻസ്, പിന്നെ സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന കോഴ്സ്, പിന്നെ കിളിമഞ്ചാരോ, പിന്നെ ഇന്ത്യയിലെ കുറച്ച് പീക്സ് ഒക്കെ കയറിയിട്ടാണ് മൗണ്ട് എവറസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത്. മൗണ്ട് എവറസ്റ്റ് പോയ സമയത്തും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്, നമ്മളുടെ നാട്ടിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമണറി എഡീമ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് കെട്ടുന്ന ഒരു രോഗം. ബ്രത്തെടുക്കാനും പറ്റത്തില്ല, ഭയങ്കര ചുമയായിരിക്കും, നിർത്താതെ ചുമച്ചുകൊണ്ടേയിരിക്കും. ചുമച്ച് നമ്മൾ രക്തം ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കും, രക്തം തുപ്പിക്കൊണ്ടേയിരിക്കും. ആ ഒരു അസുഖം വന്നു 30 ദിവസം കഴിഞ്ഞപ്പോൾ. 60 ദിവസമായി എക്സ്പെഡീഷൻ. അപ്പോൾ അത് പിന്നെ എങ്ങനെ കണ്ടിന്യൂ ചെയ്യും? അവിടെയാണ് ഞാൻ പറയുന്ന നമ്മുടെ ഉൾവിളി വരുന്നത്. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് ബ്രേക്ക് ചെയ്യാമായിരുന്നു, സിമ്പിളായിട്ട് എനിക്ക് പരിപാടി നിർത്താമായിരുന്നു, തിരിച്ചു വരാമായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു എനിക്ക് കയറണം എന്നുള്ളൊരു ത്വരയുള്ളത് കൊണ്ട് മാത്രം ഞാൻ വീണ്ടും ആ ഒരു ഹൈറ്റിൽ നിന്ന് താഴെ വന്ന് കുറച്ച് ദിവസം താമസിച്ച് വീണ്ടും തിരിച്ച് അറ്റംപ്റ്റ് ചെയ്യുമായിരുന്നു. തിരിച്ച് അറ്റംപ്റ്റ് ചെയ്ത സമയത്ത് ബ്രെയിൻ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്, ഒരു ഗ്യാപ്പ് എടുത്തിട്ട് തിരിച്ച് കയറണം എന്നൊക്കെയുള്ള ഒരു. ആ സമയത്ത് ബ്രെയിൻ വർക്ക് ചെയ്യത്തില്ല എന്നുള്ളതാണ്.